الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിയുന്നത്ര സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ അടുത്ത കാലത്ത് മുസ്ലിം ജനസംഖ്യയെ സംബന്ധിച്ച് വളരെ മോശമായ ചില പരാമർശങ്ങളെല്ലാം നടത്തി. അനിയന്ത്രിതമായ രീതിയിൽ ഇസ്ലാമിക സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതര മത സമൂഹങ്ങൾക്ക് ഭീഷണിയാണ് എന്ന തരത്തിലാണ് ഈ വിഷയത്തെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇസ്ലാമിൽ ജനസംഖ്യാ നിയന്ത്രണം
ഏത് രൂപത്തിലാണ്, ഏത് രീതിയിലാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കണം. എന്നാൽ മറ്റൊരു ഭാഗമുണ്ട്. ഈ കാലഘട്ടത്തിൽ വിവാഹം വേണ്ട എന്ന് പറയുന്നവർ ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. അവരുടെ എണ്ണം കൂടി വരികയാണ്. വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നു. ലിവിംഗ് ടുഗദറുകൾ അധികരിക്കുകയാണ്. ഇതെല്ലാം, ഈ ബന്ധങ്ങളെല്ലാം മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ബന്ധങ്ങളാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം പരിശുദ്ധ ദീനുൽ ഇസ്ലാം കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇണകളെ ഉണ്ടാക്കുകയും വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദതൻ. നിങ്ങളുടെ ഇണകളിലൂടെ അവൻ നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും ഉണ്ടാക്കി തരികയും വറസഖകും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും അഫബിൽ ബാതിലി യുമിനൂന വബിനിഅമതില്ലാഹി ഹും യക്ഫുറൂൻ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നൽകി, ഉപജീവനം നൽകി, ഇണകളിലൂടെ സന്താനങ്ങളെ നൽകി. നമുക്കുള്ള ഇണകളെ നമ്മളിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ഇങ്ങനെയൊക്കെ നൽകിയിട്ടും അഫബിൽ ബാതിലി യുമിനൂന വബിനിഅമതില്ലാഹി ഹും യക്ഫുറൂൻ, എന്നിട്ടും അവർ സത്യത്തിൽ വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത്? അങ്ങനെ വേണ്ട. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ മറക്കരുത്. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ ഇണകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അത്ഭുതമാണ്. മനുഷ്യനെ തിരിച്ചറിയാൻ മനുഷ്യനിൽ നിന്നുള്ള ഇണകളെ സംവിധാനിച്ചു എന്നത് അത്ഭുതമാണ്. സമാധാനത്തോടുകൂടെ ജീവിക്കാൻ, പ്രണയത്തോടുകൂടെ ജീവിക്കാൻ, കാരുണ്യത്തോടുകൂടെ ജീവിക്കാൻ, അതെല്ലാം ഒരു വിവാഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. വിശ്വാസികളെ നമ്മൾ അറിയണം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. സൂറത്തുൻ നിസാഇന്റെ ഒന്നാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാണിനെ സൃഷ്ടിക്കുന്നു, ഒരു പെണ്ണിനെ സൃഷ്ടിക്കുന്നു. അതിൽ നിന്ന് ധാരാളമായി ആണിനെയും പെണ്ണിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തിനു വേണ്ടിയാണ് അല്ലാഹു ഇത് സംവിധാനിച്ചത്? എല്ലാറ്റിനും ഇണകളുണ്ട്. പക്ഷികൾക്ക് ഇണകളുണ്ട്, അത് പക്ഷികളിൽ നിന്നുള്ള ഇണകളാണ്. മൃഗങ്ങൾക്ക് ഇണകളുണ്ട്, അത് മൃഗങ്ങളിൽ നിന്നുള്ള ഇണകളാണ്. അതുപോലെ മനുഷ്യനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. കാരണം മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആ റബ്ബിനെ നാം മനസ്സിലാക്കണം, ആ അല്ലാഹുവിനെ നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് ചിന്തകൾ മാറി നമ്മളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നോക്കൂ, നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ
കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വെക്കുകയാണ്. കല്യാണം കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നവരുണ്ട്. പഠനം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ മതി എന്ന് പറയുന്നവരുണ്ട്. തന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞു മതി എന്ന് പറഞ്ഞ് കുഞ്ഞു ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലെങ്കിൽ പറയും ആരോഗ്യമുള്ള സമയത്ത് ഒന്നോ രണ്ടോ മതി. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇസ്ലാമിക സമൂഹമുള്ളത്. പിന്നെ പറയും മക്കളുണ്ടായാൽ ചിലവ് അധികമാണ്, മക്കളുണ്ടായാൽ ചിലവ് അധികമാണ്. എല്ലാറ്റിനും മറുപടി ഖുർആൻ പറയുന്നുണ്ട്. ഈ ചിന്തകൾ പാടില്ല പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ പാടില്ല. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു തീരുമാനിച്ചതുപോലെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ വിവാഹത്തിലൂടെ മക്കളെ അള്ളാഹു തരികയാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കണേ. മഹാന്മാരായ പ്രവാചകന്മാർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, നല്ല സന്താനങ്ങളെ നീ നൽകണേ റഹ്മാനേ, സാലിഹായ സന്താനങ്ങളെ നൽകണേ റഹ്മാനേ. അത് കണ്ണിന് കുളിർമയാണ്, മനസ്സിന് സമാധാനമാണ്. ഉപ്പ എന്ന് വിളിക്കുമ്പോ, ഉമ്മ എന്ന് വിളിക്കുമ്പോ, നമ്മുടെ അരികിൽ അവരെപ്പോഴും ഉണ്ടാകുമ്പോ അത് കുടുംബത്തിന് സമാധാനമാണ്. അതുകൊണ്ട് അള്ളാഹു നൽകാൻ ഉദ്ദേശിക്കുന്നതിന് വേണ്ടെന്ന് വെച്ചേക്കരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്കൊരു കുടുംബം ഉണ്ടാകണമെങ്കിൽ നിക്കാഹ് അനിവാര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പഠിച്ചു വെച്ചോ, അന്നിക്കാഹു മിൻ സുന്നതി, നിക്കാഹ് എന്നത് എൻ്റെ സുന്നത്താണ്, നിക്കാഹ് എന്നത് എൻ്റെ ചര്യയാണ്. ഫമൻ ലം യഅമൽ ബിസുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്ത് അനുഷ്ഠിക്കാതിരുന്നാൽ അവൻ എന്നിൽ നിന്നുള്ളവനല്ല. നിക്കാഹിന് നിഷേധിച്ചാൽ, കല്യാണത്തിന് വേണ്ടെന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വേണ്ടെന്ന് വെക്കലാണ്. അങ്ങനെ ആരെങ്കിലും ആ സുന്നത്ത് വേണ്ടെന്ന് വെച്ചാൽ അവൻ എന്നിലുള്ളവനല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അതിനാൽ നിങ്ങൾ വിവാഹം കഴിക്കുവീൻ. فإني مكاثر بكم الأمم ومن كان ذا طول فلينكر ومن لم يجد فعليه بالصيام فإن الصوم له وجاء. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തീർച്ചയായും ഞാൻ നിന്നെ കൊണ്ട് അഥവാ നിന്റെ എണ്ണം കൊണ്ട് മറ്റു സമുദായങ്ങളെ മറികടക്കും. ആർക്കെങ്കിലും വിവാഹത്തിന് സാമർത്ഥ്യമുണ്ടെങ്കിൽ അവൻ വിവാഹം കഴിക്കട്ടെ. ഇനി ആർക്കെങ്കിലും സാമർത്ഥ്യമില്ലെങ്കിൽ, വിവാഹം കഴിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, അതിന് പറ്റാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ അവൻ നോമ്പ് നോൽക്കട്ടെ. അത് അവനൊരു കവചയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അപ്പൊ നിക്കാഹ് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ പ്രായമായ നിക്കാഹ് കഴിക്കണം. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു قال كان رسول الله صلى الله عليه وسلم يأمر بالباء وينهى عن التبتل نحيا شديدا ويقول تزوجوا الودود والولود إني مكاثر الأنبياء يوم القيامة. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വിവാഹം ചെയ്യാൻ ആജ്ഞാപിക്കുന്നു. യഅ്മുറു ബിൽ ബാഅ, കല്യാണം കഴിക്കാൻ ആജ്ഞാപിക്കുകയാണ്. വയൻഹാ അനിത് തബത്തുൽ,
തബത്തുലിനെ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിരിക്കുന്നു. തബത്തുൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യമാണ്, ഒറ്റക്ക് ജീവിക്കലാണ്. ഒരാണിന് ഒറ്റക്ക് ജീവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു പെണ്ണിനും ഒറ്റക്ക് ജീവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ആണും പെണ്ണും നിക്കാഹിലൂടെ ഒന്നാകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വയഖൂലു തസവ്വജുൽ വദൂദൽ വലൂദ്. അവിടുന്ന് പറഞ്ഞു, സ്നേഹമുള്ളവരും ധാരാളം കുട്ടികളെ പ്രസവിക്കുന്നവരുമായ സ്ത്രീകളെ വിവാഹം കഴിക്കണം. ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കണം. നമ്മൾ അങ്ങനെ തന്നെ പറയും. ഞാനും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങളുടെ നേതാവ് അങ്ങനെ തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് മക്കള് ധാരാളം ഉണ്ടായാൽ അവർക്ക് അന്നം കൊടുക്കുന്നത് ഞങ്ങളുടെ റബ്ബാണ്. 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല അതിലധികം റബ്ബ് തന്നാലും ഞങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ കഴിവുള്ളവനായിരിക്കണം മുസൽമാൻ. മുസൽമാന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയം പറയുന്ന ആളാരാ? പറയുന്ന ആളുടെ പിതാവിനും മാതാവിനും മക്കൾ 12. ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വിഷയത്തെ, ജനസംഖ്യാ നിയന്ത്രണത്തെ കുറിച്ച് പറയുന്നവരുടെ കുടുംബം, അവരുടെ കുടുംബത്തിൽ അവരുടെ മാതാവിനും പിതാവിനും മക്കൾ 12. എന്നിട്ടാ നമ്മളെ കുറ്റം പറയുന്നത്. അള്ളാഹു ബോധം കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അതിന് മറുപടി എന്താ? നമ്മൾ നല്ല രീതിയിൽ നിക്കാഹിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ നിക്കാഹ് കഴിക്കണം. എങ്ങനത്തെ നിക്കാഹ് കഴിക്കണം? അന്വേഷണത്തിൽ. അതെങ്ങനെ മനസ്സിലാവുക? ഉമ്മാനെ കുറിച്ച് ചോദിച്ചാൽ അറിയാം, കുടുംബത്തെ കുറിച്ച് ചോദിച്ചാൽ അറിയാം. അവിടെ കുറെ മക്കൾ ഉണ്ടാകും. അതിൽ നിന്നൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ആ പെണ്ണ് കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുണ്ട്. അതിന് മുൻഗണന കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ? നാളെ പരലോകത്ത് മറ്റു പ്രവാചകന്മാരെക്കാൾ സമൂഹവുമായി മറികടക്കാൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ സഹോദരങ്ങളെ ഭയപ്പെടുന്നത്? എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു നൽകുന്നെങ്കിൽ അതിനെ സ്വീകരിക്കുക. എന്തിനാണെന്നറിയോ? മക്കളധികം ഉണ്ടാകട്ടെ, മക്കളധികം ഉണ്ടാകട്ടെ. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅൻഹു അമലുഹു ഇല്ലാ മിൻ തലാത്ത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. എല്ലാ ബന്ധങ്ങളും തകർന്നു പോകും. തന്റെ കുടുംബങ്ങളും ഇല്ലാതെയാകും. സമ്പാദിച്ചു വെച്ചതും ഇല്ലാതെയാകും. ബാക്കിയാകുന്ന 3 കാര്യങ്ങൾ ഇല്ലാമിൻ സദഖത്തിൻ ജാരിയ. ജാരിയായ സദഖ മാത്രമാണ്, തുടർച്ചയായി പ്രതിഫലം കിട്ടുന്ന സദഖയാണ്. ഔ ഇൽമിൻ യന്തഫഉ ബിഹി. ഉപകാരപ്രദമായ അറിവാണ്. പ്രിയമുള്ളവരെ, ഇന്നലെ ഒരു യുവതിയായ ഡോക്ടർ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഇന്ന് കേരളം എന്നല്ല ഇന്ത്യ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരന്റെ പേരാണ്. ആ പാട്ടുകാരനെ കുറിച്ചാണ് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി പാഠപുസ്തകങ്ങളിലേക്ക് പേര് ചേർക്കപ്പെട്ടത്. അതേ പാട്ടുകാരന്റെ പേരിലാണ് പീഡനത്തിന്റെ പേരിൽ കേസ് കൊടുത്തത്. MBBS പഠിക്കുമ്പോ മൊബൈലിലൂടെ പരിചയപ്പെട്ടു. ആ ബന്ധം അങ്ങനെ അടുത്തുപോയി. ഫ്ലാറ്റിലേക്ക് വന്നു. അങ്ങനെ ഫ്ലാറ്റിലേക്ക് വന്ന് ബലാത്കാരം നടത്തി. 3 ദിവസം അവിടെ കഴിച്ചുകൂടി. അത് വർഷങ്ങളോളം തുടർന്നു. അങ്ങനെ MBBS പഠനം കഴിഞ്ഞ് ഡോക്ടറായി ജോലി ചെയ്ത് വീണ്ടും ശാരീരികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ, കല്യാണം കഴിക്കാമെന്ന അടിസ്ഥാനത്തിൽ അവസാനം നിന്നെ കല്യാണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. ആരോട് പറയണം? പറഞ്ഞാൽ വഷളാകുമല്ലോ എന്ന് കരുതിയിരിക്കെ ആദ്യം ഒരു പരാതി വന്നു, രണ്ടാമതും പരാതി വന്നു, 3ാമത്തെ പരാതി ഈ ഡോക്ടറുടെ പരാതിയാണ്. ഞാൻ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞത് എന്തിനാ?
അവിടെ ഒരു ഡോക്ടറാണ്, അറിവുള്ളവരാണ്, പക്ഷെ ഉപകാരപ്പെടാത്ത അറിവാണ്. ഉപകാരമുള്ള അറിവാകണം. നമ്മുടെ ജീവിതത്തിന് കോട്ടം തട്ടാത്ത, ജീവിതം പരാജയപ്പെടാത്ത, ജീവിതം നഷ്ടപ്പെടാത്ത ഉപകാരമുള്ള വിവരമായിരിക്കണം, തിരിച്ചറിവായിരിക്കണം. അറിവ് പോരാ, തിരിച്ചറിവ് വേണം. അതാണ് ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്. നാളെ പരലോകത്ത് ഗുണാണ്. മൂന്നാമത് പറഞ്ഞത് ഔവലദിൻ സാലിഹിൻ യദ്ഉ ലഹു, സാലിഹായ സന്താനമാണ്. മരിച്ചു കിടന്നാൽ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളാകണം, കഫൻ ചെയ്യാൻ അറിയുന്ന മക്കളാകണം, ഖബറിലേക്ക് വെക്കാൻ പറ്റുന്ന മക്കളാകണം. മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് മനസ്സ് പൊട്ടിക്കൊണ്ട് നിസ്കരിക്കാൻ കഴിയുന്ന മക്കളായി മാറണം. ബാപ്പാക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്ന മക്കളാകണം, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാകണം. അങ്ങനെയുള്ള നല്ല മക്കൾ ഉണ്ടാകണം. ആ മക്കളെയാണ് റബ്ബിനോട് ചോദിച്ചത്. ആ മക്കൾ ഉണ്ടാകേണ്ടത് കല്യാണത്തിലൂടെയാണ്, ലിവിങ് ടുഗദറിലൂടെയല്ല. അങ്ങനെ മക്കൾ ഉണ്ടായാലും സ്വീകരിക്കുകയില്ല. അങ്ങനെ മക്കൾ ഉണ്ടായാലും അവരുടെ തന്തയാരാണ്, അവരുടെ വാപ്പയാരാണെന്ന് നിജപ്പെടുത്താനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കല്യാണം കഴിക്കണം, പ്രായമായ കല്യാണം കഴിക്കണം. ആൺകുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മളൊരു സമയം തീരുമാനിച്ചിട്ടുണ്ട്. 27, 30, 32, 35 പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. ആരാ നിശ്ചയിച്ചത്? അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞറിയോ? അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? പ്രായമായാൽ കല്യാണം കഴിക്കണം. അവിടെ വയസ്സ് പറഞ്ഞിട്ടില്ല. യാ മഅ്ശറ ശബാബ്, യാ മഅ്ശറ ശബാബ്, ചെറുപ്പക്കാരെ മനിസ്തതഅ മിൻകുമുൽ ബഅ ഫല്യതസവ്വജ്, പ്രായമായാൽ കല്യാണം കഴിക്കണം. ഒരു പെണ്ണിനെ പോറ്റാനുള്ള പവർ വന്നാൽ കല്യാണം കഴിക്കണം. അതിന് 25-30 ആവണ്ട, അതിന് മുമ്പ് തന്നെ ആയാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് കുടുംബത്തിന്റെ ബാപ്പയുടെ ഉമ്മയുടെ കടമയാണ്. ആരെ? ആണിനെ, പെണ്ണിനെയല്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ബാപ്പാക്കും ഉമ്മാക്കും ചെലവില്ല. ആ പെണ്ണിനുള്ള മഹറും വസ്ത്രവും എല്ലാം കൊടുക്കേണ്ടത് അവൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആണാണ്. ആണിനാ ചെലവ്. മഹർ നിശ്ചയിക്കാനുള്ള ആ ഒരു അവസരം വരെ പെണ്ണിന് കൊടുത്തു ഇസ്ലാം. സത്യത്തിൽ ആൺകുട്ടികൾ ജനിച്ചാലാണ് കുടുംബത്തിന് പേടി വേണ്ടത്. കാരണം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മക്കൾ വഴി തെറ്റാതിരിക്കാൻ, പെണ്ണിന്റെ പിന്നാലെ പോകാതിരിക്കാൻ, ഹറാമിന്റെ പിന്നാലെ പോകാതിരിക്കാൻ, തോന്നിവാസങ്ങളിലേക്ക് പോകാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, യാ മഅ്ശറ ശബാബ് മനിസ്തതാ മിൻകുൽ ബാ ഫല്യതസവ്വജ് ഫഇന്നഹു അഗ്ദു ലിൽ ബസർ വഹ്സറുൽ ഫറജ്. എന്തിനാ കല്യാണം കഴിക്കുന്നത്? കണ്ണിന്റെ കട്ടുനോട്ടത്തെ ഇല്ലാതാക്കാനും ഗുഹ്യാഭയത്തെ നിയന്ത്രിക്കാനുമാണ് കല്യാണം കഴിക്കുന്നത്. ഇസ്ലാം പറയാണ്, ആണും പെണ്ണും ഒന്നാകണം, അനുവദനീയമാണ്. അത് നിക്കാഹിലൂടെ ഒന്നാകണം. അത് ആകർഷിക്കപ്പെടുന്ന രൂപത്തിലാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമയമായാൽ, അതിനുള്ള അവസരമായാൽ ആ കല്യാണത്തെ കഴിച്ചു കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ, ആൺകുട്ടികളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറെടുപ്പ് നടത്തണം. നമ്മൾ മുൻകൈ എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മാറ്റങ്ങൾ ഉണ്ടാകണം. ഇത് ഞാൻ പറയുന്നതല്ല, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. അങ്ങനെ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ അള്ളാഹു നൽകുന്ന മക്കളെ സ്വീകരിച്ചിട്ട്, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചിട്ട്, ഇസ്ലാം പറഞ്ഞതുപോലെ കുടുംബ ബന്ധം മറ്റുള്ള ആളുകൾ പറയുന്നത് പോലെ കുടുംബാസൂത്രണങ്ങളില്ലാതെ അള്ളാഹ് നൽകിയതിനെ സ്വീകരിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ.
അതന്നെ ഇനിയും പറയാനുള്ളത്. ആരെന്തു പറഞ്ഞാലും മറുപടി അതന്നെ. വളരെ മോശമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൃഗങ്ങളെ പേര് വെച്ചുകൊണ്ട് പെറ്റുകൂട്ടുന്നവർ എന്നാണ് ഇസ്ലാമിക സമൂഹത്തെ കുറിച്ച് പറഞ്ഞത്. നമുക്കെന്താ മറുപടി? ഞങ്ങൾ ഇനിയും പ്രസവിക്കും, ഞങ്ങൾക്ക് ഇനിയും മക്കൾ അള്ളാഹു തരും, ഞങ്ങൾ അതിനെ സ്വീകരിക്കും. അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ നമ്മളൊരു കണിശത പുലർത്തണം. കൂട്ടുകാരുടെ വാക്ക് കേട്ട് അല്ലേ, ജോലി കിട്ടിയിട്ട് മതി കല്യാണം, പഠനം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ജോലി വേണം, ഒരു പെണ്ണിനെ പോറ്റാൻ നമുക്ക് വരുമാനം വേണം, ഒക്കെ ശരിയാണ്. എന്നാലും നമുക്ക് പോറ്റാൻ പറ്റുമെന്ന ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ വൈകിക്കരുത്. നല്ലൊരു ഇണയെ നമ്മുടെ ജീവിതത്തിലേക്ക് കണ്ടെത്തി കൊണ്ടുവരാനുള്ള ഈമാൻ, ആഫിയത്ത് അത് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസിക ധാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയാകണമെങ്കിൽ നാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അതൊരു ഇണയിലൂടെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പോലെ, വിശക്കുമ്പോൾ നാം ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വികാരങ്ങളെ അത് പൂർത്തീകരിക്കണമെങ്കിൽ നിക്കാഹ് എന്ന അനുവദിക്കപ്പെട്ട കർമ്മത്തിലൂടെ ഒരു ഇണയെ കൊണ്ടുവന്ന് ആ ഇണയിലൂടെ പെണ്ണിൻ്റെ വികാരങ്ങളെയും ആണിൻ്റെ വികാരങ്ങളെയും ഒന്നായി കണ്ട് രണ്ടുപേരും ഒന്നായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് നിക്കാഹിനെ അള്ളാഹു അനുവദിച്ചത്. അതല്ലാത്ത ഒരു മാർഗവും സ്വീകരിക്കാൻ പാടില്ല. അത് സ്വീകരിച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ മ്ലേച്ഛമാവുക എന്ന് മാത്രമല്ല, വലിയ വലിയ അസുഖങ്ങൾക്ക് കാരണമായി തീരുമെന്ന് ഇന്നത്തെ ലോകം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഈ രീതിയല്ലാത്ത മറ്റൊരു മാർഗത്ത് പോയാൽ ഒരു സ്വസ്ഥത മനസ്സിന് കിട്ടൂല. മനസ്സ് എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ചതിക്കപ്പെട്ട് അവസാനം കഴിക്കാതെ വന്നാൽ നോക്ക് നിങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഇനി എന്തുണ്ടായിട്ടെന്താ കാര്യം? സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, ജോലി ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു പെണ്ണിന് ഉണ്ടാവേണ്ട ഏറ്റവും നല്ല അവരുടെ ആ ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ലത് എല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ചാരിത്രം നഷ്ടപ്പെട്ടു, പവിത്രത നഷ്ടപ്പെട്ടു. ഇനി ഒരു വിവാഹത്തിന് ഒരു കന്യകയെ പോലെ ഒരു പുരുഷന്റെ മുന്നിൽ നിൽക്കാൻ ആ പെൺകുട്ടിക്ക് സാധിക്കുകയില്ല. ആ വേദന എവിടുന്ന മാറാ? പരാതിയിൽ പറയുന്നുണ്ട്, അവസാനം മാനസികമായി തകർന്ന് ട്രീറ്റ്മെന്റ് തേടേണ്ടി വന്നു എന്ന് അതേ ഡോക്ടർ. അപ്പൊ സമാധാനം കിട്ടൂല, സ്വസ്ഥത കിട്ടൂല. കുടുംബത്തിന്റെ മാനം, പിതാവിന്റെ തല താഴും, മാതാവിന്റെ തല താഴും, പെങ്ങളുടെ തല താഴും, ജ്യേഷ്ഠന്റെ തല താഴും, കുടുംബത്തിലെ മറ്റു മക്കളുടെ എല്ലാവരുടെയും തല താഴും. തല താഴ്ത്തി നടക്കേണ്ടി വരും. മൊത്തത്തിൽ എല്ലാ സമാധാനവും നഷ്ടപ്പെടും, താൽക്കാലികമായ മിനിറ്റുകളുടെ സുഖത്തിന് വേണ്ടി. ഇനി നിങ്ങൾ തീരുമാനിക്കും വേണോ വേണ്ടെന്ന്. എന്നാൽ മരണം വരെ ഈ സുഖം നമുക്ക് നിലനിർത്താം നിക്കാഹിലൂടെ, അള്ളാഹു അനുവദിച്ചതിലൂടെ. നോക്കൂ നിങ്ങൾ, അള്ളാഹു അനുവദിച്ച് തന്നതാണ് സുഖം, അല്ല വിരോധിച്ചതാണ് നമ്മെ നശിപ്പിക്കുന്നതും. അപ്പൊ ആ നശിപ്പിക്കുന്നതിനെ ഒഴിവാക്കി അള്ളാഹു നമുക്ക് സ്ഥിരമായി നൽകിയിട്ടുള്ള ആ സുഖത്തെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. വിവാഹത്തിന് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവർക്ക് കിട്ടേണ്ട നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം.
അങ്ങനെ പറഞ്ഞു കൊടുത്താൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വെള്ളിയാഴ്ച ഈ പള്ളിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഖുർആൻ പഠിക്കാനുള്ളൊരവസരം എല്ലാ വെള്ളിയാഴ്ചയും 11:15 ഇന്നിവിടെ തുടങ്ങി. ആ ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇന്ന് ഈ മെമ്പറിൽ കയറിയത്. അതിൻ്റെ ഫളായിലുകൾ പറഞ്ഞു കൊടുത്തു. ആഴ്ചയിൽ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ 1 മണിക്കൂർ നേരത്തെ നിങ്ങൾ വന്നാൽ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഇൽമിന്റെ സദസ്സിൽ സമാധാനം കിട്ടുന്ന, സക്കീനത്ത് കിട്ടുന്ന, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്ന, അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടുന്ന ആ ഖുർആനിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇരിക്കാം. അള്ളാഹുവിന്റെ പള്ളിയിൽ ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് ചർച്ച ചെയ്യാനും ഒരുമിച്ച് കൂടിയാൽ അവിടെ അള്ളാഹുവിന്റെ മലക്കുകളും അള്ളാഹുവിന്റെ സക്കീനത്തും അഥവാ സമാധാനവും ഉണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ ഖുർആൻ നാളെ നമുക്ക് ശഫാഅത്തായിട്ട് വരും. ഈ ഖുർആൻ നമുക്ക് ഷിഫയാണ്. ഒരുപാട് ഫളായിലുകൾ ഖുർആൻ കൊണ്ടുണ്ട്. അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു നമുക്ക് തന്ന ഈ കലാമിനോട് തുല്യമായ ഒരു ഖുർആൻ, ഒരു ആയത്ത്, ഒരു സൂറത്ത് ഇന്നവരെ ആർക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ആ ഖുർആൻ പഠിക്കേണ്ടത് നമ്മളല്ലേ? ആ ഖുർആൻ പഠിക്കേണ്ടത് നമ്മളല്ലേ? ഞങ്ങളിങ്ങനെ ആദ്യത്തെ ആയത്ത് പഠിച്ചു സൂറത്തുൽ ഹജ്ജിലെ യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം ജനങ്ങളെ. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം, അതാണ് ഒന്നാമത്തെ ആയത്ത്. അങ്ങനെ 3 ആയത്തുകൾ ഇന്ന് പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ ഇത് പഠിക്കാൻ നിങ്ങൾ വരണം. ക്ലാസ് എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ ക്ലാസ്സിൽ ആൾ കുറഞ്ഞാൽ ഇതേ മിമ്പറിൽ നിന്ന് തന്നെ പറയും. ഞാൻ വരുന്നത് വരെ പറയും. അപ്പം അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ആളുകൾ അള്ളാനെ പേടിച്ചിട്ട് അള്ളാൻ്റെ ബർക്കത്തിന് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചകളിൽ നമ്മുടെ ക്ലാസ്സിന് കൂടെ പങ്കെടുക്കാൻ വേണ്ടി വരണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ ഈമാനോടുകൂടെ മതപരമായ എല്ലാ കാര്യങ്ങളിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എൻ്റെ ഉമ്മയടക്കമുള്ളവർ. എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ് കുറച്ച് ദിവസങ്ങളിലായി. അതുപോലെ പല ആളുകളും പല രീതിയിലും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മടങ്ങാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. وصلى الله على محمد وآله وصحبه أجمعين. الحمد لله رب العالمين.